പശ്ചിമേഷ്യയിലെ സംഘർഷം ഇപ്പോൾ പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ തന്നെ കടുപ്പത്തിലായിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ പുതിയ നടപടികൾ അവസ്ഥയെ കൂടുതൽ ഗുരുതരമാക്കുകയാണ്. പ്രത്യേകിച്ച് സാമ്പത്തികവും സൈനികവുമായ സമ്മർദ്ദങ്ങൾ കൂട്ടിച്ചേർത്തതോടെ ലോകവിപണിയിലും വലിയ അനിശ്ചിതത്വമുണ്ടായി. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് നയിക്കുന്ന ഭരണകൂടം ഇറാനെതിരെ കൂടുതൽ കർശന നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഇറാന്റെ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചൈനീസ് റിഫൈനറിക്ക് ഏകദേശം 40 ഷിപ്പിംഗ് കമ്പനികൾക്കും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. ഇറാന്റെ പ്രധാന വരുമാന മാർഗമാണ് എണ്ണ കയറ്റുമതി. അതിന് ലക്ഷ്യമിട്ടാണ് ഈ നടപടി. ഇതിലൂടെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇതിനു പുറമെ ഇറാനുമായി ബന്ധമുള്ള ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾക്കും അമേരിക്ക മരവിപ്പിച്ചു. ഏകദേശം $344 മില്യൺ മൂല്യമുള്ള ഈ വാലറ്റുകൾ US ട്രഷറി വകുപ്പ് ബ്ലോക്ക് ചെയ്തതായാണ് വിവരം. സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ച് ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണിത്. ഇതിനിടെ നയതന്ത്ര രംഗത്തും പ്രധാന സംഭവങ്ങൾ നടക്കുകയാണ്. അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും പാകിസ്ഥാനിലെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ എത്തിയിട്ടുണ്ട്. മറുവശത്ത് ഇറാന്റെ വിദേശകാര്യമന്ത്രിയും അവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുമായി നേരിട്ട് ചർച്ച ചെയ്യാനുള്ള പദ്ധതിയില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി. പാകിസ്ഥാൻ സർക്കാരുമായുള്ള സാധാരണ ചർച്ചകളായാണ് എത്തിയതെന്ന് അവർ പറയുന്നു. ഇതിലൂടെ ഒരു കാര്യമാണ് വ്യക്തമായത്: ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം ഇപ്പോഴും കുറവാണ്. വെടിനിർത്തൽ കാലാവധി നീട്ടിയെങ്കിലും പല പ്രധാന വിഷയങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം തുടരുകയാണ്. ഈ സംഘർഷത്തിന്റെ പ്രതിഫലനം ലോകവിപണിയിലും വ്യക്തമായി കാണാം. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഏകദേശം $15 വർധനവാണ് ഉണ്ടായത്. എന്നാൽ അടുത്തിടെ ചെറിയ ഇടിവും രേഖപ്പെടുത്തി. അമേരിക്കൻ ക്രൂഡ് വില ബാരലിന് ഏകദേശം $94.40 അവസാനിച്ചത്. ബ്രെന്റ് ക്രൂഡ് വില $105 മുകളിൽ തുടരുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളിൽ വ്യക്തതയില്ലാത്തത് എണ്ണവിലയുടെ ദിശയെ നേരിട്ട് ബാധിക്കുന്നു. ചെറിയൊരു നല്ല വാർത്ത വന്നാൽ വില താഴും. സംഘർഷം കൂടുമെന്ന സൂചന വന്നാൽ വില വീണ്ടും ഉയരും. അതുകൊണ്ട് തന്നെ വിപണി ഇപ്പോൾ കാത്തിരുന്നു കാണാമെന്ന നിലയിലാണ്. എണ്ണവിലയിൽ ചെറിയ ഇടിവ് വന്നതോടെ സ്വർണ്ണവിലയിലും അല്പം ശാന്തമായി. ഇപ്പോൾ സ്വർണ്ണവില ചെറിയ വർധനയോടെ തുടരുകയാണ്. കേരളത്തിൽ ഇന്നത്തെ വിലയിൽ വലിയ മാറ്റമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഓഹരി വിപണികളും ഈ ആഗോള സംഭവ വികാസങ്ങളിൽ നിന്ന് സ്വാധീനിക്കപ്പെടുന്നു. എന്നാൽ അതിനു പുറമെ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളും വിപണിയെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലെ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ വിപണിയിൽ നല്ല പ്രകടനമാണ് കണ്ടത്. S&P 500 സൂചിക ഉയർന്നു. ടെക് കമ്പനികളുടെ വളർച്ചയാണ് ഇതിന് പ്രധാന കാരണം. അതേസമയം ഡൗൺ ജോൺസും ചെറിയ നഷ്ടത്തിൽ അവസാനിച്ചു. ചിപ്പ് നിർമ്മാതാക്കളായ കമ്പനികളുടെ ഓഹരികളാണ് വലിയ ഉയർച്ച കാണിച്ചത്. പ്രത്യേകിച്ച് ഇന്റൽ കമ്പനിയുടെ ഓഹരി വലിയ രീതിയിൽ ഉയർന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ഫലമാണ് കമ്പനി പുറത്തുവിട്ടത്. ഇതോടെ ഓഹരി വില ഒരേ ദിവസം കൊണ്ട് തന്നെ വലിയ തോതിൽ ഉയർന്നു. അമേരിക്കയിൽ നിക്ഷേപകർ ഇപ്പോൾ IT AI മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. അതിന്റെ പ്രതിഫലനം മറ്റു ടെക് കമ്പനികളിലും കാണാം. AMT തുടങ്ങിയ കമ്പനികളുടെ ഓഹരികളും ഉയർന്നു. എന്നാൽ യൂറോപ്യൻ വിപണിയിൽ അത്ര നല്ല നിലയിലായിരുന്നില്ല. ഏഷ്യൻ വിപണികൾ മിശ്ര പ്രതികരണമാണ് കാഴ്ചവെച്ചത്. ചില രാജ്യങ്ങളിൽ ഓഹരികൾ ഉയർന്നപ്പോൾ ചിലത് താഴ്ന്നു. ഇന്ത്യൻ ഓഹരി വിപണിക്ക് ഇന്നലെ മോശം ദിവസമായിരുന്നു. എണ്ണവില ഉയർന്നതും IT കമ്പനികളുടെ ഫലങ്ങൾ പ്രതീക്ഷ കാത്ത് ഉയരാത്തതും പ്രധാന കാരണമായി. കൂടാതെ വിദേശ നിക്ഷേപകർ പണം പിൻവലിച്ചതും വിപണിയെ ബാധിച്ചു. സെൻസെക്സ് ഏകദേശം 1000 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റിയും വലിയ നഷ്ടത്തിൽ അവസാനിച്ചു. ഇൻഫോസിസ്, TCS, റിലയൻസ് തുടങ്ങിയ വലിയ കമ്പനികളുടെ ഓഹരികൾ താഴ്ന്നതാണ് പ്രധാന കാരണം. റിലയൻസ് ഇൻഡസ്ട്രി തന്റെ പുതിയ പ്രവർത്തന ഫലങ്ങളും പുറത്തുവിട്ടു. മാർച്ച് പാദത്തിൽ ലാഭം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞു. എന്നാൽ മൊത്തത്തിലുള്ള വാർഷിക വരുമാനം വർദ്ധിച്ചു. കമ്പനിയുടെ ചില ഭാഗങ്ങളിൽ സമ്മർദ്ദത്തിലായിരുന്നുവെങ്കിലും ജിയോ പ്ലാറ്റ്ഫോംസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഉപഭോക്താക്കളുടെ എണ്ണം കൂടുകയും വരുമാനം ഉയരുകയും ചെയ്തു. റിലയൻസ് റീറ്റെയിൽ വിഭാഗവും സ്ഥിരത പുലർത്തി. കൂടാതെ കമ്പനി നിക്ഷേപകർക്ക് ലാഭവിഹിതം പ്രഖ്യാപിച്ചു. ജിയോയുടെ IPOയെ കുറിച്ചുള്ള നീക്കങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ലോകം മുഴുവനും ശ്രദ്ധിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള അടുത്ത നീക്കങ്ങളാണ്. പാകിസ്ഥാനിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒരേ സമയമുള്ളത് ശ്രദ്ധേയമാണ്. അവർ നേരിട്ട് ചർച്ച നടത്തുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. എങ്കിലും ഭാവി 2 വഴികളിലാണ് പോകുന്നത്. ഒന്നാമത്, ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച വിജയകരമായി നടക്കുകയും ഒരു സാധാരണ നിലയിൽ എത്തുകയും ചെയ്താൽ ലോകവിപണിക്ക് വലിയ ആശ്വാസമാകും. ഓഹരി വിപണികൾ ഉയരും, എണ്ണവില താഴും, സ്വർണ്ണവില ഉയരാനും സാധ്യതയുണ്ട്. രണ്ടാമത്, ചർച്ചകൾ വീണ്ടും പരാജയപ്പെട്ടാൽ സ്ഥിതി കൂടുതൽ മോശമാകും. ഓഹരി വിപണികൾ വീണ്ടും താഴും, എണ്ണവില കുതിക്കും, സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഒരു കാര്യമാണ്: ഇറാനും അമേരിക്കയും അടുത്തതായി എന്ത് ചെയ്യുമെന്നത്. അവരുടെ ഓരോ തീരുമാനവും ലോകത്തിന്റെ സാമ്പത്തിക നിലയെ നേരിട്ട് ബാധിക്കുന്നതിനാൽ ഈ സംഭവ വികാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.